റോഡിൽ അടി. ഒരു പെണ്ണ് മദ്യലഹരിയിലാണെന്ന് പറയുന്നു, എന്നിട്ട് റോഡിൽ കണ്ടവരൊക്കെ കുട വെച്ച് അടിക്കുന്നു. മുട്ട സീൻ. ആണുങ്ങളെല്ലാം ചുറ്റും നോക്കി നിന്നിട്ട് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പുള്ളിക്കാരെ പിടിച്ചാൽ കിട്ടത്തില്ല. പുള്ളിക്കാരി പവറാണ്, പവർ. എന്തോ അടിച്ചേക്കെന്ന് വെച്ചാൽ വെറും കള്ളു കുടിച്ചിട്ടുള്ള ഷോയാ, പട്ടി ഷോ എന്നൊക്കെ പറഞ്ഞ് നാട്ടുകാർ മൊത്തം നോക്കി നിൽക്കുക. ഇതിപ്പോ പഴയ ആണാണ് പുതിയ പെണ്ണ്. ഓൾഡ് ബോയ് ഈസ് എ ന്യൂ ഗേൾ അല്ലേ? അങ്ങനെയാണോ? അങ്ങനല്ല, ന്യൂ ഗേൾ ഈസ് ഓൾഡ് ബോയ് അങ്ങനെയൊക്കെ പറയുന്ന പോലെ, ന്യൂ നോർമൽ എന്ന് പറയുന്ന പോലെ അതുപോലത്തെ സാധനം കാണുന്നത്. ഇതുകൾ കള്ളു കുടിച്ചിട്ട് കിടന്ന് അടി. സത്യത്തിൽ ഈ ആണുങ്ങൾ പിടിച്ച് നല്ല അടി അടിച്ചാൽ പിന്നെ ഇവക്ക് അടിക്കേണ്ടി വരത്തില്ല കേട്ടോ. ഇവന്മാര് അങ്ങനെ അടിച്ചിട്ടില്ല അവരെ, മനസ്സിലായി? അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ കേസ് വേറെ അല്ലേ. അതുകൊണ്ടാ ഒന്നും ചെയ്യരുതാന്നോ. ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞുതരാം. പുറയിന്ന് കയറി ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് വലിച്ച് താഴോട്ടങ്ങ് ഇടുക, അവിടെ കിടത്തുക. ഇത് വിടരുത്, ഇവിടുന്ന് ഇങ്ങനെ അമക്കണം കേട്ടോ. ശ്വാസം മുട്ടി ചാവരുത്, ഇച്ചിരി ശ്വാസം കൊടുക്കുക. അതുമല്ല ഇങ്ങോട്ട് ഒന്ന് വെട്ടി താഴോട്ടിടുക ഇങ്ങനെ. അപ്പോൾ അവിടോട്ട് അങ്ങ് വീഴുമ്പോൾ കയറി അങ്ങ് മണ്ടക്കോട്ട് കയറി കൈ രണ്ട് ഇങ്ങനെ അമർത്തി അങ്ങനെ ചേർത്ത് അങ്ങനെ വെച്ചിട്ട് നിലത്തുനിന്ന് പൊങ്ങ അനുവദിക്കരുത്. ആ സമയം കൊണ്ട് വേറെ രണ്ടുപേരും ഒന്ന് കാലിലും പിടിക്കും. ഇത് കിടന്ന് പൊള ഇങ്ങനെ കിടന്ന് ഇവരി കൊള്ളു. അപ്പൊ എല്ലാവരും ഇങ്ങനെ കണ്ട് അവിടെ കിട്ടേക്കണം. അതിനൊന്ന് എഴുന്നേക്കാൻ സമ്മതിക്കരുത്. ഒരു അരമണിക്കൂറൊക്കെ പിടിച്ചിടേണ്ടി വരും. ഇത് ഇളകി കഴിഞ്ഞാൽ മിനിമം അരമണിക്കൂറിൽ 15 മിനിറ്റ് ഈ സാധനം ഇങ്ങനെ ഇളകി നിൽക്കും. പക്ഷെ പിടിച്ച് ഇട്ടിട്ട് ഇവർക്ക് അനങ്ങാൻ മേല, വലന്ന് കിടക്കുക ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് കുറെ നേരം അത്ര ഒരു അരമണിക്കൂർ ഞാൻ കളിക്കത്തില്ല. 15 മിനിറ്റ് ഞാൻ കാണിച്ചിട്ട് തന്നെ അങ്ങ് ഒതുങ്ങുന്നേ. അപ്പോഴത്തേക്കും ബാക്കിയുള്ളവരെല്ലാം പൊക്കോളാൻ വേണം. എന്നിട്ട് ഇവരെ വിളിച്ച് എന്ത് കുഴപ്പമുണ്ടോ, മര്യാദയ്ക്ക് എഴുന്നേക്കണം കേട്ടോ, ഇനി എഴുന്നേറ്റ് അലമുണ്ടാക്കരുത്, അല്ലെ ഞങ്ങൾ വിടത്തില്ല, പിടിച്ച് തന്നെ ഇവിടെ ഇരിക്കും. ഉറപ്പാണോ? അലമുണ്ടാക്കത്തില്ലെന്ന് ഉറപ്പല്ലേ? ആണല്ലോ അല്ലേ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ബാക്കി എല്ലാവരും പൊക്കോളാൻ പറയണം. അവിടെ ആരും നിൽക്കരുത്. പിന്നെ ഇവർ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്ക് ഞാൻ പിടിച്ച 3 പേര് എഴുന്നേറ്റ് ഓടിക്കണം. ഈ വെള്ളം അടിച്ച് അത് കേൾക്കുമ്പോൾ പൊക്കോളും. അത്രയൊക്കെ ചെയ്താൽ മതി. നല്ല പിടിച്ച് നല്ലൊന്നും വേണ്ട. എല്ലാം കെട്ടിയിടണം. കെട്ടിയിടാൻ പറ്റുമെങ്കിൽ കയറുണ്ടെങ്കിൽ ഉണ്ടല്ലോ കെട്ടിയാൻ കിട്ടേക്കണം. വല്ല മരത്തെ വല്ലതും കൊണ്ട് കെട്ടിയിട്ട് പോലീസിനെ വിളിക്കണം. എന്താ കുഴപ്പം? ആണ് ചെയ്താലും പെണ്ണ് ചെയ്താലും ഈ പണിയൊക്കെ ഒരുപോലെ ട്രീറ്റ് ചെയ്യാവും. അതിന് പെണ്ണിന് പ്രത്യേക നിയമം ഒന്നും കൊടുക്കേണ്ട കാര്യമൊന്നും ഈ അവസരത്തിലില്ല. കാരണം അവർ പബ്ലിക് ന്യൂസൻസ് തന്നെയാണ് കാണിക്കുന്നത്. അതിനിപ്പോൾ പെണ്ണുങ്ങൾ ഇറങ്ങി വന്ന് കുറെ പെണ്ണുങ്ങളെ പിടിച്ചുകൊണ്ട് പോകാൻ വേറെ പെണ്ണുങ്ങൾ വരണമെന്ന് വന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമായിരിക്കത്തില്ല. മനസ്സിലായി? അത് ആക്രമിക്കുന്ന ആണാണല്ലോ. ആണും പെണ്ണും തമ്മിലുള്ള ഇഷ്യൂ ഒന്നും ഇല്ല അവിടെ. അതിനകത്ത് ജെൻഡർ ഒന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിടിച്ചാൽ കെട്ടിയിടുക എന്നുള്ളതേ ഉള്ളൂ. ഇങ്ങനത്തെ അലമ്പ് കാണിക്കുന്നവർ കെട്ടിയിടത്തില്ലേ? അങ്ങനെ കെട്ടിയിട്ടാൽ ഉപദ്രവിക്കുകയും ചെയ്യരുത്. അല്ല പിന്നെ ഇങ്ങനെ ഞാൻ പറഞ്ഞാൽ അമർത്തി പിടിക്കുക. ഞാനും കരുതേട്ടോ കേട്ടോ. ഒറ്റയ്ക്കൊക്കെ ഉള്ള പാടാ. വെട്ടി താഴെ ഇടുക എന്നുള്ളതേ ഉള്ളൂ. അടിച്ച് ഓടണം എന്നിട്ട് അല്ലേ? വെട്ടി താഴെ ഇട്ടിട്ട് ഓടുക. ഇല്ല 19ാമത്തെ അടവ് ഉന്തി ഇട്ടിട്ട് ഓടി രക്ഷപ്പെടുക. അത് കൊള്ളാം. അങ്ങനെ ചെയ്യാൻ നോക്കാം അല്ലേ? അപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ എന്താണ് ചെയ്യേണ്ടതെന്ന്. അപ്പൊ ശരി, ബൈ.